ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര 55-ാം ഭാഗം. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്കും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ പക്കലേക്കും എന്നതുപോലെ. എന്തിനാണ് ഈ സങ്കീർത്തന ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നത്? ഇത് പരിശുദ്ധ കുർബാനയിലെ അനാഫറയ്ക്ക് ശേഷം വരുന്ന അനുരഞ്ജന വിഭജന ശുശ്രൂഷയുടെ ഭാഗമാണ്. അനുരഞ്ജന ശുശ്രൂഷ പണ്ഡിത മതത്തിൽ പരിശുദ്ധ കുർബാന മധ്യേയുള്ള സഭയുടെ പരസ്യ കുമ്പസാരമെന്നാണ് അറിയപ്പെടുന്നത്. വിഭജന ശുശ്രൂഷയ്ക്ക് മുൻപായി ദൈവത്തോട് ആരാധനാ സമൂഹം അനുരഞ്ജനം യാചിക്കുകയും പ്രകടമാക്കുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ്. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായെ എന്ന് ഈശോയെ, ഉത്ഥിതനായ ഈശോയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അനുരഞ്ജന ശുശ്രൂഷ ആരംഭിക്കുന്നത്. അപ്പൊ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ഒരുക്കമായുള്ള കർമ്മങ്ങളാണ്. അനുരഞ്ജന ശുശ്രൂഷയുടെ മധ്യേയാണ് വിഭജന ശുശ്രൂഷ വരുന്നത് എന്ന് നമ്മൾ നേരത്തെ എപ്പിസോഡുകളിൽ കണ്ടിരുന്നു. 2 തരം അനുതാപ ശുശ്രൂഷയാണ് സഭ നമുക്ക് നൽകുന്നത് പരിശുദ്ധ കുർബാനയിൽ. ഒന്നാമത്തേത്, അതായത് വിഭജന ശുശ്രൂഷയ്ക്ക് മുൻപും വിഭജന ശുശ്രൂഷയ്ക്ക് ശേഷവും. അങ്ങനെ ഒന്നാമത്തെ അനുതാപ ശുശ്രൂഷയിൽ 3 ഘടകങ്ങളുണ്ട്. 1 പുരോഹിത പ്രാർത്ഥന, 2 അനുതാപ സങ്കീർത്തനങ്ങൾ, 3 ധൂപാർപ്പണം. ഇങ്ങനെ 3 ഘടകങ്ങളാണ് ആദ്യത്തെ അനുതാപ ശുശ്രൂഷയിൽ ഉള്ളത്. അതിൽ സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായെ എന്ന പ്രാർത്ഥന പുരോഹിതൻ ചൊല്ലുമ്പോൾ അനുരഞ്ജനത്തിന്റെ ആത്മാവിലേക്കാണ് പ്രവേശിക്കുന്നത്. കാരണം യുദ്ധവും അടിമത്തവും ഒക്കെയുള്ള ഒരു കാലത്തിൽ നിന്നുള്ള മോചനം മാത്രമല്ല, അതിലുപരി അനുരഞ്ജനത്തിന്റെ, രക്ഷയുടെ അവസ്ഥയും കൂടി ഞങ്ങൾക്ക് തരണമേ എന്നാണ് ആരാധനാ സമൂഹം പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അത് സ്വർഗവാസികൾക്ക് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പൂർണ്ണത നൽകുന്ന മിശിഹ, ഉത്ഥിതനായ മിശിഹ, അൾത്താരയിൽ അനുഷ്ഠിക്കപ്പെടുന്ന രക്ഷാകര രഹസ്യത്തിലൂടെ ഭൂവാസികളായ ആരാധനാ സമൂഹത്തെയും സമാധാനത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും എന്ന് ഏറ്റുപറയുകയാണ് ഇവിടെ. അങ്ങനെ ആ പ്രാർത്ഥനയിൽ സങ്കീർത്തനത്തിൽ 68-ാം സങ്കീർത്തനമാണ് യുദ്ധങ്ങൾ ഒഴിവാക്കണമേ, യുദ്ധപ്രിയരായ ജനതകളെ ചിതറിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും നമുക്ക് സംശയം തോന്നാവുന്ന ഒരു പ്രാർത്ഥനയാണിത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അത് 68-ാം സങ്കീർത്തനമാണ്. അപ്പം യുദ്ധം മൂലം വിവിധ തരത്തിലുള്ള പീഡനങ്ങൾ സഭയ്ക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. യുദ്ധക്കെടുതികൾ ഒരുപാട് കഷ്ടത നമുക്ക് നൽകുകയും അങ്ങനെ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. യുദ്ധപ്രിയരെ ചിതറിക്കണം. കാർമ്മികൻ ഈ സമയം മിശിഹായോട് അപേക്ഷിക്കുന്നത് അതാണ്. കാരണം യുദ്ധപ്രിയർ ഒരുമിച്ച് വസിക്കുന്നത് സഭയ്ക്കും സമൂഹത്തിനും ഒരുപോലെ ഭീഷണിയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തകന്റെ മനോഭാവത്തോട് ചേർന്ന് ആ പ്രാർത്ഥന അങ്ങനെ ഉരുവിടുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു, ഒന്നാമത്തെ അനുതാപ ശുശ്രൂഷയിൽ 1 പുരോഹിത പ്രാർത്ഥനയാണ്. അത് കഴിഞ്ഞു. ഇനി വരുന്നത് അനുതാപ സങ്കീർത്തനമാണ്. അതായത് ധൂപാർപ്പണത്തിന് മുൻപ് വരുന്ന അനുതാപ സങ്കീർത്തനങ്ങളാണ്. 2 സങ്കീർത്തനങ്ങളാണ് നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ കൊടുത്തിരിക്കുന്നത്. 51-ാമത്തെ അനുതാപ സങ്കീർത്തനവും 122-ാമത്തെ പിശിത്ത ബൈബിളിൽ, പിയോസിയുടെ ബൈബിളിൽ 123-ാമത്തെ സങ്കീർത്തനം. സ്വർഗത്തിൽ വാഴുന്നവനെ, അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്ക് എന്നതുപോലെ, കയ്യിലേക്ക് എന്നതുപോലെ, ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ പക്കലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് എന്നതുപോലെ. 51-ാം സങ്കീർത്തനം, ദൈവമേ അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് സമൂഹപരവും വ്യക്തിപരവുമായ വിശുദ്ധീകരണത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മൾക്ക് ആവശ്യമായിരിക്കുന്ന അതാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അനുതാപത്തിന്റെ യഥാർത്ഥ സത്ത എന്താണെന്ന് ഈ സങ്കീർത്തനം നമുക്ക് ബോധ്യം നൽകുകയാണ്. പാപത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഒരു ആത്മാവിന്റെ അഭിലാഷമാണ് ഈ സങ്കീർത്തനം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്.
തൻ്റെ പാപചായ്ച്ചിലിനെയും പാപകരമായ പ്രകൃതിയെയും സങ്കീർത്തകൻ ഇവിടെ അനാവരണം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പാപമോചനം ലഭിച്ച് രക്ഷ നേടാനുള്ള തീവ്രമായ അഭിലാഷവും അവിടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കാൻ അനുരഞ്ജന ശുശ്രൂഷയ്ക്ക് ശേഷം ദൈവ ഐക്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈശോയെ സ്വീകരിക്കാൻ, ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കാൻ പോകുന്ന ഒരു വ്യക്തി ജീവിതത്തിന്റെ പാപ വഴികളെയും ചായ്ച്ചിലുകളെയും പ്രവണതകളെയും വിശുദ്ധീകരിച്ച് ദൈവത്തോട് അനുരഞ്ജനം സാധ്യതമാക്കുകയാണ് ആ സങ്കീർത്തനത്തിലൂടെ. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എന്ന 122 സങ്കീർത്തനം ഇസ്രായേലിന്റെ അടിമകാലത്തെ പീഡകൾ ഓർമ്മിപ്പിക്കുന്ന സങ്കീർത്തനമാണ്. അനുതാപിയുടെ യഥാർത്ഥ ഹൃദയ വിചാരവും ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ചൈതന്യവും ഈ സങ്കീർത്തനം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ തീർത്ഥാടക ജനം, നമ്മൾ ഓരോരുത്തരും തീർത്ഥാടക സഭയുടെ ഭാഗമാണ്. നമ്മൾ നേരിടുന്ന പ്രതിസന്ധിയിൽ എങ്ങനെയായിരിക്കണം ഒരാൾ തൻ്റെ മനസ്സും ഹൃദയവും ഒരുക്കേണ്ടത് എന്നത് ഓർമ്മിപ്പിക്കുകയാണ്. ജോബിന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം 10-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മാനവരാശിയുടെ ജീവശ്വാസവും സകല ജീവജാലങ്ങളുടെയും പ്രാണനും അവിടുത്തെ കരങ്ങളിലാണ്, അല്ലെങ്കിൽ പക്കലാണ്. ദൈവത്തിന്റെ ശക്തിയാണ് ഇവിടെ നമ്മൾ വാഴ്ത്തി ഉദ്ഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കയ്യിലേക്കെന്ന പോലെ, പക്കലേക്കെന്ന പോലെ, ദാസിയുടെ കണ്ണുകൾ നാഥയുടെ സ്വാമിനിയുടെ പക്കലേക്കെന്നതുപോലെ എന്ന സങ്കീർത്തനം ഉരുവിടുന്നത്. കാരണം യഥാർത്ഥമായ രക്ഷ അത് തീർച്ചയായിട്ടും ദൈവ സന്നിധിയിലാണ്, ദൈവത്തിന്റെ കരങ്ങളിലാണ്, ദൈവത്തിന്റെ പക്കലാണ്. ഇപ്പൊ നമ്മൾ നേരിടുന്ന, അന്ന് ഇസ്രായേൽ ജനം നേരിട്ട പ്രതിസന്ധി, ഇന്ന് നമ്മൾ നേരിടുന്ന പ്രതിസന്ധി, അത് ആത്മാവിലും ശരീരത്തിലും വ്യക്തിയിലും സമൂഹത്തിലുമൊക്കെ നേരിടുന്ന പ്രതിസന്ധിയിൽ എങ്ങനെയായിരിക്കണം ഒരാൾ തൻ്റെ വിശ്വാസം പ്രഘോഷിക്കേണ്ടത്? അവിടെ പ്രതിസന്ധികൾ എന്നും എക്കാലവുമുണ്ട്. അവിടെ മറുതലിക്കുകയല്ല ഒരു വിശ്വാസി ചെയ്യേണ്ടത്, മറിച്ച് സഹനത്തിന്റെ സമയത്ത് രക്ഷ നൽകാൻ കഴിയുന്ന കരങ്ങൾ, രക്ഷ നൽകാൻ കഴിയുന്ന ദൈവത്തിന്റെ പക്കലേക്ക് നമ്മുടെ മനസ്സും ഹൃദയവും വിചാരവും കണ്ണുകളും ഉയർത്തണം. കാരണം നമ്മൾ മറുതലിക്കുന്നതിലല്ല, മറിച്ച് സഹനങ്ങളുടെ, വേദനകളുടെ, അസ്വസ്ഥതകളുടെ ഇടയിലുള്ള ആ ദൈവികമായ രക്ഷ കണ്ടെത്തുമ്പോഴാണ് സങ്കീർത്തകനെ പോലെ നമ്മൾ യഥാർത്ഥ അനുരഞ്ജനത്തിലേക്ക് കടക്കുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥ വിശ്വാസം നമുക്കിവിടെ ആവശ്യമാണ്. സ്വർഗത്തിൽ വസിക്കുന്നവനെ, കാരണം ഈ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത് അങ്ങനെയാണ്. കാരണം ഞങ്ങൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്, ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് സ്വർഗവാസികളുടെ സമാധാനമാണ് ഞങ്ങൾ ഇത്തിരി മുമ്പ് ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും. അതുകൊണ്ട് സ്വർഗത്തിൽ വസിക്കുന്നവനെ, ദൈവത്തിന്റെ പഴയ നിയമ ജനതയുടെ ആ വലിയ കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ ഹൃദയം ഉയർത്തുകയാണ്. ഈ ഭൂമിയിൽ യഥാർത്ഥ രക്ഷ നമുക്കില്ല, ആ രക്ഷ സ്വർഗത്തിൽ വസിക്കുന്നവനിൽ മാത്രമാണെന്ന് ദൈവത്തിന്റെ പരമാധികാരം ഏറ്റുപറയുകയാണ്. അതുപോലെ തന്നെ ആ ദൈവത്തിന്റെ കരങ്ങളിൽ, അവന്റെ തുറന്നു പിടിച്ച കരങ്ങളാണ് നമുക്ക് വേണ്ടിയുള്ള കരുതൽ എന്ന തിരിച്ചറിവിൽ ആ രക്ഷ സ്വന്തമാക്കാനുള്ള നമ്മുടെ അഭിവാഞ്ച നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. എങ്ങനെ? ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ പക്കലേക്കോ അല്ലെ കൈകളിലേക്കോ എന്ന പോലെ. നമ്മൾ കണ്ടു, ദൈവത്തിന്റെ കരങ്ങളിലാണ് സകല ജീവജാലങ്ങളുടെയും പ്രാണൻ. അതുകൊണ്ട് ദൈവത്തിന്റെ പക്കലേക്ക്, കരങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുക. അവിടുന്ന് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. എങ്ങനെയായിരിക്കണം? യജമാനന്റെ കരങ്ങളിലേക്ക് ദാസൻ നോക്കുന്നത് പോലെ, യജമാനത്തിയുടെ പക്കലേക്ക് ദാസി നോക്കുന്നത് പോലെ. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒന്ന്, അങ്ങനെ ചെയ്യുമ്പോൾ മനോഹരമായ ഒരു ബിംബത്തിലൂടെ, ഒരു പ്രതീകത്തിലൂടെ, ഉപമയിലൂടെ നമുക്ക് പരിശുദ്ധ കുർബാനയിൽ പറഞ്ഞു നൽകുകയാണ് എങ്ങനെയായിരിക്കണം ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിന്റെ അവസ്ഥയിൽ, പാപം മൂലം അധപതിച്ച അവസ്ഥയിൽ, മറ്റു പ്രതിസന്ധികൾ നേരിടുന്ന അവസ്ഥയിൽ, സഹനത്തിൽ ഒരു യജമാനന്റെ പക്കലേക്ക് ദാസൻ, യജമാനത്തിയുടെ പക്കലേക്ക് ദാസി നോക്കുന്നത് പോലെ നോക്കണം. കാരണം എന്താ? യജമാനൻ മാത്രമാണ് നമുക്ക് സംരക്ഷണം നൽകാനുള്ളൂ. നമുക്ക് ഏക ആശ്രയം യജമാനനാണ്. അതോടൊപ്പം അവിടുന്ന് എന്തു പറഞ്ഞാലും അത് സ്വീകരിക്കാനുള്ള, ദൈവേഷ്ടം നിറവേറ്റാനുള്ള ഒരു മനസ്സും ഒരുക്കവും എനിക്കുണ്ട് എന്ന് പറയുകൂടെ ചെയ്യുകയാണ്. എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ ഈ സങ്കീർത്തന ഭാഗങ്ങൾ
നമ്മുടെ അനുതാപ ശുശ്രൂഷയിൽ, പ്രത്യേകിച്ച് ധൂപാർപ്പണത്തിന് മുൻപ് ഇത് നൽകിക്കൊണ്ട് യഥാർത്ഥമായ അനുരഞ്ജനം വ്യക്തിപരമായും സമൂഹപരമായും സഭാത്മകമായിട്ടും നമ്മൾ ഒരുങ്ങി ശരിക്കുള്ള വിഭജന ശുശ്രൂഷയിലേക്ക്. കാരണം അതാണ് യഥാർത്ഥ സമാധാനം. നമുക്ക് തന്നെ മുറിച്ച് നൽകിക്കൊണ്ട് ഈശോ നൽകുന്ന അനുരഞ്ജനം, ആ രക്ഷ സാധ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രയാണമാണ്. പരിശുദ്ധ കുർബാനയുടെ മനോഹരമായ ഈ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് വേദപുസ്തകാടിസ്ഥിതമായ കുർബാനയുടെ രൂപഘടന മനസ്സിലാക്കിക്കൊണ്ട് സഭയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും അർപ്പിച്ച് യഥാർത്ഥ രക്ഷകനിലേക്ക്, അവന്റെ കരങ്ങളിലേക്ക്, അവന്റെ പക്കലേക്ക് മിഴികൾ ഉയർത്തി, മനസ്സുയർത്തി നമുക്ക് രക്ഷ പ്രാപിക്കാം. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.